സംഗീതപ്രേമികളുടെ എല്ലാം മനസ്സിൽ വലിയ വൈകാരിക അനുഭൂതികൾ സൃഷ്ടിച്ചിട്ടുള്ള സംഗീതങ്ങൾ ശ്യാമിൻ്റേതായി നമുക്ക് ഓർത്തെടുക്കാനായിട്ടുണ്ട്. വൈശാഖസന്ധ്യേ എന്ന് തുടങ്ങുന്ന പാട്ട്, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, മൈനാകം, പേരുകളെല്ലാം ഞാൻ പറയുന്നില്ല. മലയാളത്തിൽ വളരെ വലിയ ഹിറ്റുകളായ ഒരുപാട് ഗാനങ്ങൾ ശ്യാമിൻ്റേതായിട്ടുണ്ട്. കൂട്ടത്തിലൊരു സത്യം കൂടി ഞാൻ പറയാം. ചില ഗാനങ്ങൾ ശ്യാമിൻ്റേതാണെന്ന് പറയുമ്പോൾ ഇത് ശ്യാമിൻ്റെ ഗാനമായിരുന്നില്ലേ. അദ്ദേഹം സംഗീതം പകർന്ന പല വളരെ വശ്യമായ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി ചിലരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടാവില്ല. മലയാളം എന്ന് പറയുന്നത് അതുല്യ പ്രതിഭാശാലികളായ ഒരുപാട് സംഗീത സംവിധായകർക്ക് ജന്മം നൽകിയൊരു ഭാഷയാണ്. ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തിയും ബാബുരാജും കെ രാഘവൻ മാഷും പിന്നീട് വന്ന എം കെ അർജുനനും ജോൺസണും, അങ്ങനെ ആ പേര് നീണ്ടു വരും. നമ്മുടെ കുട്ടൻ, പുതിയ തലമുറയിലെ എം ജയചന്ദ്രൻ വരെ. ഇവർക്കിടയിൽ ശ്യാമിൻ്റെ എന്നുമെന്നും ഓർക്കുന്ന വളരെ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമകൾ, CBI സീരീസിൽ ഒട്ടേറെ ചിത്രങ്ങൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നത്. അദ്ദേഹം ഇപ്പോൾ 86 വയസ്സ് പൂർത്തിയാക്കി 87ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ശ്യാം സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. അദ്ദേഹം സംഗീത സംവിധാനത്തിൻ്റെ പടവുകൾ കയറിയത് MS വിശ്വനാഥനെയും സൽ ചൗധരിയെയും പോലുള്ള അതുല്യ സംഗീത സംവിധായകരുടെ സഹായി എന്നുള്ള നിലയിലാണ്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൽ അതിപ്രഗത്ഭനായിരുന്നു. ഒരു വയലിനിസ്റ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യൻ സംഗീത ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭകളായ നൗഷാദ് സാബ്, ബോംബെ രവി, RD ബർമൻ, ഇങ്ങനെയുള്ള അതിപ്രഗത്ഭർക്ക് ബോളിവുഡിൽ, അതുപോലെ തന്നെ നമ്മുടെ മദിരാശിയിൽ, ഇവിടങ്ങളിലെല്ലാം എല്ലാ പ്രഗത്ഭരായ സംഗീത സംവിധായകർക്കും വേണ്ടി അദ്ദേഹം ഒന്നാം വയലിനിസ്റ്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ വയലിനുള്ള ഇത്ര വലിയ പ്രാഗൽഭ്യത്തിൻ്റെ കാരണങ്ങൾ ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, കർണാടക സംഗീതത്തിൽ എക്കാലത്തെയും ഏറ്റവും വലിയ വയലിൻ വാദകനായിട്ട് അറിയപ്പെടുന്ന ലാൽഗുഡി ജയരാമൻ്റെ അടുത്ത് നിന്നാണ് ശ്യാം വയലിൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിപ്രഗത്ഭനായ ശാസ്ത്രീയ സംഗീതജ്ഞനായിരുന്നു. കർണാടക സംഗീതവും പാശ്ചാത്യ വയലിനും അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടി നമ്മുടെ സംഗീത ലോകത്തിൻ്റെ അഭിമാനമായി തുടരാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു.